നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മള് എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. നമ്മുടെ പ്രാർത്ഥന, സലാത്ത്, അതെങ്ങനെ കുറച്ചുകൂടി ആഴമുള്ളതാക്കാം, കുറച്ചുകൂടി ഹൃദയസ്പർശിയാക്കാം എന്നതിനെപ്പറ്റി. ഉം. നമ്മുടെ കയ്യിൽ ഇക്ബാൽ നസീം എന്നൊരാൾ പങ്കുവച്ച ചില ചിന്തകളുണ്ട്. ശരി. അദ്ദേഹം പ്രധാനമായും ഒരു 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജീവിതവും പ്രാർത്ഥനയും തമ്മിലൊരു പൊരുത്തം, ഒരു കൊഹിയറൻസ് ഉണ്ടാക്കുക. ആഹാ. അത് പ്രധാനം. 2, പ്രാർത്ഥിക്കുമ്പോൾ സമയം പോകുന്നതങ്ങോട്ട് മറക്കുക. പിന്നെ മൂന്നാമത്തത്, ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തമായി തോന്നാം, ഖുർആനുമായി കൂടുതൽ അടുക്കാൻ ഫോൺ ഉപയോഗിക്കുക. ഫോണോ? ആ, അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നോക്കാം. ശരി. ശരി. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇക്ബാൽ നസീം പറയുന്നത് നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും തമ്മിലുള്ളൊരു കണക്ഷൻ, ഒരു പൊരുത്തം. അതെ. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഫോർമുല 1 കാറോട്ടത്തിലെ പിറ്റ് സ്റ്റോപ്പ് പോലെയാണ് സലാത്ത് എന്ന്. ആ, നല്ല ഉപമയാണല്ലോ. ഓട്ടത്തിന്റെ ഭാഗമാണ്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒന്ന് റീചാർജ് ചെയ്യാനുള്ളൊരിടം. പക്ഷേ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം, അതായത് ആ പ്രാർത്ഥനകൾക്കിടയിലുള്ള ഓട്ടം, അത് പ്രാർത്ഥനയുടെ ലക്ഷ്യത്തിൽ നിന്ന് എന്താ പറയാ, വേറെ ദിശയിലേക്കാണ് പോകുന്നെങ്കിൽ. അതെ അതെ. അവിടെയാണ് ശരിക്കും ആ പോയിന്റ്. അപ്പോൾ ഈ പിറ്റ് സ്റ്റോപ്പുകൾക്കൊരു അർത്ഥമില്ലാതാവില്ലേ? ശരിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ലക്ഷ്യങ്ങള്, ഇതൊന്നും നമ്മൾ എന്തിനാണോ പ്രാർത്ഥിക്കുന്നത്, ആ ഒരു ആത്മീയ ലക്ഷ്യവുമായിട്ട് ഒത്തുപോകുന്നില്ലെങ്കിൽ, ഉം, അപ്പോൾ പിന്നെ ആ പ്രാർത്ഥന ഒരു ഭാരമാവും. ചിലപ്പോൾ ഒരു യാന്ത്രികമായ ചടങ്ങു മാത്രമായി പോവും. ശരിയാണ്. എന്നാൽ ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ അള്ളാഹുവിനു വേണ്ടി ഒരു നല്ല ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ, അപ്പോൾ പ്രാർത്ഥന ഒരു സ്വാഭാവിക ഫ്ലോ ആയി മാറും. ആ, ഒരു ഫ്ലൈവീൽ പോലെ അല്ലേ? ഒന്നും മറ്റൊന്നിന് ഊർജം കൊടുക്കും. അതെ, ഒന്ന് മറ്റൊന്നിന് ശക്തി പകരും. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നമ്മൾ ശരിക്കും ദൈവത്തിനായി ചെയ്യുന്നുണ്ട്? വളരെ ശരിയാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, സമയബോധം ഉപേക്ഷിക്കുക എന്നത്. ഉം. അതായത്, ദിവസത്തിൽ ഒരു പ്രാർത്ഥനയെങ്കിലും ഒരു തിരക്കും കൂടാതെ, അയ്യോ സമയം പോകുന്നേ എന്ന ചിന്തയില്ലാതെ ചെയ്യാൻ ശ്രമിക്കുക. ആ, അത് നമ്മളിൽ പലർക്കും പറ്റുന്നൊരു കാര്യമാണ്. തിരക്കിലുള്ള നിസ്കാരം. അതെ. അത് എന്താ പറയാ, ചിലപ്പോൾ ഒരു ഓട്ടപ്പാച്ചില് പോലെയാവും. പക്ഷെ ഇവിടെ പറയുന്നത്, ഒരു പ്രാർത്ഥനയെങ്കിലും നിങ്ങൾക്ക് സൗകര്യങ്ങളുള്ള ഒന്ന്, അത് തെരഞ്ഞെടുത്തിട്ട് അതിലെ വാക്കുകൾ സാവധാനം പറയുക. ഉം, റുക്കൂയിലും സുജൂദിലും കുറച്ചധികം നേരം നിൽക്കുക. ആ ദിക്റുകൾക്കിടയിൽ, ദൈവസ്മരണകൾക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുക, ഒന്ന് നിർത്തി ധ്യാനിക്കാൻ. ആ ആ ഒരു നിശബ്ദതയ്ക്ക് പ്രാധാന്യമുണ്ടല്ലേ? തീർച്ചയായും. ആ സമയത്ത് വേറൊന്നും ചെയ്യാനില്ല, എങ്ങോട്ടും ഓടാനില്ല എന്നൊരു തോന്നലോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഒരു അനുഭവം വേറെയായിരിക്കും. ആ സാവധാനത, ആ നിശബ്ദത, അത് പ്രാർത്ഥനയ്ക്ക് പുതിയൊരു ഡെപ്ത് നൽകും. ശരി. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു അസാധാരണത്വം തോന്നിയേക്കാം. അതെന്താണ്? വീട്ടില് തനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഫോൺ, അതും എയ്റോപ്ലെയിൻ മോഡിലിട്ടിട്ട് ഖുർആൻ ഓതാൻ ഉപയോഗിക്കുക. ഫോണിൽ നോക്കി ഓതുകയോ പ്രാർത്ഥനയിൽ? അതെ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, പറയൂ. സാധാരണ നമ്മൾ കുറച്ചു സൂറത്തുകളാണല്ലോ മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ടാവുക. അതെ, സ്ഥിരം ഓതുന്ന കുറച്ചെണ്ണം. ആ ഭാഗങ്ങൾ തന്നെ ആവർത്തിച്ചോതുമ്പോൾ ചിലപ്പോൾ അതൊരു യാന്ത്രിക സ്വഭാവത്തിലേക്ക് മാറിയേക്കാം. അപ്പോൾ ഫോണുണ്ടെങ്കിൽ ഓർമ്മയില്ലാത്ത ഭാഗങ്ങൾ പോലും, അല്ലെങ്കിൽ ഖുർആനിലെ ഇഷ്ടമുള്ള ഏതു ഭാഗവും നമുക്ക് ഓതാൻ പറ്റും. ആ, ശരിയാണ്. അതായത് മനപ്പാടമുള്ള ചെറിയ ഭാഗങ്ങളിൽ ഒതുങ്ങാതെ ഖുർആനിന്റെ ആ ഒരു വിശാലതയിലേക്ക് കടന്നു ചെല്ലാൻ ഇത് സഹായിക്കുമെന്നാണോ? അതെ. ലേഖകൻ പറയുന്നത്, ആദ്യകാല വിശ്വാസികൾക്ക് വെളിപാട് കിട്ടുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ദീർഘമായ പാരായണം അവർക്ക് സ്വാഭാവികമായിരുന്നു എന്നാണ്. ഉം. അപ്പോൾ നമ്മൾ യാന്ത്രികമായി കുറച്ചു വാക്യങ്ങൾ ആവർത്തിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഫോണിന്റെ സഹായത്തോടെയാണെങ്കിലും ഖുർആനിന്റെ പല ഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് കൂടുതൽ നല്ലതല്ലേ എന്നാണ് ചോദ്യം. ഇതിന്റെ ഒരു സാധുതയെക്കുറിച്ച് ലേഖകൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? കാരണം സാധാരണ നമ്മൾ ഫോൺ ഉപയോഗിക്കാറില്ലല്ലോ. പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വാക്കുകളുമായിട്ട് കണക്ട് ചെയ്യുക എന്നതാണെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങളെ ദൈവം തള്ളിക്കളയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ, ഒരുപക്ഷെ യാന്ത്രികമായി പോകുന്ന ആരാധനയായിരിക്കാം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ശരിയാണ്. ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം. അപ്പോൾ ഇതൊരു സാധ്യതയാണ് ഖുർആനുമായി കൂടുതൽ ഇടപഴകാൻ, അല്ലേ? അതെ, ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ഉം. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇക്ബാൽ നസീമിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കി പ്രാർത്ഥനയെ ഒന്നുകൂടി ജീവനുള്ളതാക്കാൻ,
അതെ. ഒന്ന്, ജീവിതവും പ്രാർത്ഥനയും തമ്മിലുള്ള പൊരുത്തം, ലക്ഷ്യബോധം. 2, ഒരു പ്രാർത്ഥനയെങ്കിലും സമയത്തെ മറന്ന് പൂർണ്ണമായി മുഴുകി ചെയ്യുക. സാവധാനത്തിൽ. അതെ. 3, ഖുറാനിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലാൻ, വേണമെങ്കിൽ സാങ്കേതികവിദ്യയെയും കൂട്ടുപിടിക്കുക. ശരി. ഈ 3 വഴികളും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേൾക്കുന്നവരോടൊരു ചോദ്യം ചോദിക്കാം. ചോദിക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ ഒരു ആഴത്തിലുള്ള ബന്ധം കിട്ടുന്നതിൽ നിന്ന് നിങ്ങളെ വ്യക്തിപരമായി തടയുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവാം. ചിലപ്പോൾ അതൊരു ഭയമായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുള്ളൊരു സംശയമായിരിക്കാം. അത് നിങ്ങളുടെ പ്രാർത്ഥനാനുഭവത്തെ എങ്ങനെ മാറ്റുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. വളരെ നല്ലൊരു ചിന്തയാണ്. സ്വയം ഒരു വിലയിരുത്തലിനുള്ള അവസരം. അതെ.